പ്രത്യേകിച്ച് ഡയഗ്രാംസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ കാര്യമായ എഡിറ്റുകളൊന്നുമില്ലാതെ ഈ ഒരു ബോർ ആൻഡ് സിംഗിൾ ഷോട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശദീകരിച്ച് തരാൻ ശ്രമിക്കുകയാണ്. ഇതാണ് എഞ്ചിനുള്ളിലെ പിസ്റ്റൺ എന്ന് പറയുന്ന കോമ്പോണൻറ്റ്. ഇത് ഒരു സിലിണ്ടറിനുള്ളിലാണ് ഇരിക്കുന്നത്. ഈ സിലിണ്ടറിനുള്ളിൽ മുകളിലേക്കും താഴേക്കും വരാനുള്ള സ്വാതന്ത്ര്യം ഈ പിസ്റ്റൺ എന്ന് പറയുന്ന കോമ്പോണൻറ്റിനുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കമ്പസ്റ്റിൻ ചേമ്പർ, ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു കമ്പസ്റ്റിൻ ചേമ്പറിനകത്ത് ഒരു മൂവിങ് വോളാണ് ഈ പിസ്റ്റൺ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിനുള്ളിൽ ഈ പിസ്റ്റൺ മുകളിലേക്ക് ഉയരുമ്പോൾ ആ കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിലെ വോളിയം കുറയുന്നു, പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ ആ കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിലെ വോളിയം കൂടുന്നു. ഈ കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിൽ കമ്പസ്റ്റൻ നടക്കുന്ന ശക്തിയിലാണ് നമുക്ക് ഈ പിസ്റ്റണിനെ ചലിപ്പിക്കേണ്ടത്. ഈ പിസ്റ്റൺ ചലിക്കുമ്പോൾ നമുക്ക് റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആണ് കിട്ടേണ്ടത്. അതിനെ സഹായിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന സംഗതിയാണ്. ഈ ക്രാങ്ക് ഷാഫ്റ്റിനെയാണ് നമുക്ക് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് നമുക്ക് എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് തരുന്നത്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ വട്ടത്തിൽ ചലിപ്പിക്കണമെങ്കിൽ ഈ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന പിസ്റ്റൺ ഒരു കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. പിസ്റ്റൺ മുകളിലേക്കും താഴേക്കും ഉയരും. അപ്പം ഓസിലേറ്റിംഗ് മൂവ്മെൻ്റ് ആണ് കണക്റ്റിംഗ് റോഡിലുണ്ടാകുന്നത്. പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ക്രാങ്ക് ഷാഫ്റ്റിൽ അങ്ങനെ ലഭിക്കും. അപ്പം പിസ്റ്റൺ മുകളിലേക്കും താഴേക്ക് ഉയരാൻ പറ്റുമെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന് വട്ടത്തിൽ കറങ്ങാം. പിന്നെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു ഫ്ലൈ വീലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഫ്ലൈ വീൽ എന്ന് പറയുന്ന സാധനം ഭാരമുള്ളൊരു വീലാണ്. അപ്പോൾ ആ വീലിനെ ഒരു തവണ നമ്മൾ ബലം കൊടുത്ത് കറക്കി വിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം അതിൻ്റെ ആ ശക്തിയിൽ പിന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ പിസ്റ്റണിൽ പവർ ഉണ്ടാക്കുന്ന ഒരു ഒറ്റ സ്ട്രോക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു തവണ പിസ്റ്റൺ താഴേക്ക് തള്ളിവിടാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ തള്ളിവിടുന്ന ഫോഴ്സിൽ വേണേൽ പിസ്റ്റൺ പിന്നീട് മുകളിലേക്ക് ഉയർന്നു വരാനും ഒക്കെ. അപ്പോൾ അത് സാധിക്കുന്നത് ഈ ഫ്ലൈ വീലിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ എങ്ങനെയാണ് താഴേക്ക് പിസ്റ്റണിനെ തള്ളിവിടുന്ന ഒരു ഫോഴ്സ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിൽ ഈ പിസ്റ്റൺ നമ്മൾ താഴേക്ക് കൊണ്ടുവരും. അപ്പോൾ കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിൽ കുറേ സ്പേസ് ഉണ്ടായിരിക്കും. ആ സ്പേസിനുള്ളിലേക്ക് നമ്മൾ എയർ ഫ്യൂൽ മിക്സർ കൊടുക്കുകയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് വായുവിനെടുക്കും. ആ വായുവിനകത്ത് എല്ലാ ഗ്യാസസും ഉണ്ട്, ഇൻക്ലൂഡിങ് ഓക്സിജൻ. തീ കത്താൻ വളരെ അത്യാവശ്യമായ സാധനമാണ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജനെ ഉൾപ്പെടെയുള്ള ഈ എയറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെട്രോളിനെ കലർത്തുവാണ്. പെട്രോളിനെ വളരെ ഫൈൻ അറ്റമൈസ് ചെയ്ത് നമ്മൾ കലർത്തുവാണ്. അപ്പോൾ അതൊരു എയർ ഫ്യൂൽ മിക്സറായി. ഈ എയർ ഫ്യൂൽ മിക്സറിനെ ഈ കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിലേക്ക് എടുത്തിട്ട് ഈ പിസ്റ്റൺ കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിൽ വെച്ചിട്ട് എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്യും. പിസ്റ്റൺ മുകളിലേക്ക് വരുമ്പോൾ അവിടുത്തെ വോളിയം കുറയുമ്പോൾ ഈ ഗ്യാസസ് പ്രഷറൈസ്ഡ് ആകും. പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ആ എയർ ഫ്യൂൽ മിക്സറിലേക്ക് ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കും. ആ സ്പാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് എക്സ്പ്ലോഷൻ അവിടെ ഉണ്ടാകും. ഓക്സിജൻ്റെ സഹായത്തോടെ ഫ്യൂവൽ കത്തുമ്പോൾ അതിനകത്തുള്ള ഗ്യാസസ് എല്ലാം സഡനായിട്ട് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ ആ ഗ്യാസസിൻ്റെ സഡൻ എക്സ്പാൻഷൻ ഫോഴ്സിനാണ് ഈ പിസ്റ്റൺ താഴേക്ക് പോകുന്നത്. പിസ്റ്റൺ താഴേക്ക് പോയതിന് ശേഷം പിന്നീട് പിസ്റ്റൺ ഉയർന്നു വരുന്നത് ഈ പറയുന്ന ഫ്ലൈ വീൽ കൊടുക്കുന്ന മൊമെൻറ്റത്തിലാണ്, ശക്തിയിലാണ്. പിസ്റ്റൺ മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ ആ പറയുന്ന ഗ്യാസസിനെ എല്ലാം ഈ പിസ്റ്റൺ കമ്പസ്റ്റൻ ചേമ്പറിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കളയും, കത്തിയ വാതകങ്ങളെ. വീണ്ടും അകത്തേക്ക് വായുവിനെ എയർ ഫ്യൂൽ മിക്സറിനെ എടുക്കും, അതിനെ കംപ്രസ് ചെയ്യും. സ്പാർക്ക് ഇട്ട് കൊടുത്ത് കത്തിക്കുന്ന ഒരു ഫോഴ്സിൽ ഈ പിസ്റ്റൺ താഴേക്ക് പോകും. വീണ്ടും അതിനെല്ലാം തള്ളി എക്സോസ്റ്റ് ചെയ്ത് കളയും. ഇങ്ങനെയാണ് ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നത്.